ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണിന്ന്. അപ്പോൾ അതായത് നമ്മളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതെ, കല്യാണം കഴിഞ്ഞ് 2 വർഷമായി ഗൈസ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം Jan 7, 2026 ആണ്. അപ്പോൾ 2 വർഷമായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്ലാൻ ഇന്ന്? നമ്മളുടെ ഇന്ന് പ്ലാന് നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ആയിരുന്നു നമ്മൾ ക്യാമറ വാങ്ങിയത് ആക്ച്വലി. അപ്പോൾ നമ്മളെല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ 2 വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ളൂ. ബർത്ത്ഡേ ആണെങ്കിലും എന്ത് നമ്മളുടെ സ്പെഷ്യൽ ഡേയ്സ് വന്നാലും നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കണം, ഇങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമുക്ക് എന്താണോ അന്നേരം യൂസ്ഫുൾ ആയി തോന്നുന്നത് അത് നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മളുടെ വ്ളോഗിന് വേണ്ടി ക്യാമറ എടുക്കുന്ന വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ക്യാമറ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെയാണ് പിന്നെ നല്ലൊരു പ്രൊഫഷണൽ ക്യാമറ മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മേടിച്ച് അങ്ങനെ പോയത്. വന്നങ്ങ് എത്തിപ്പെട്ടതെന്ന് പറയാം. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ SUV-യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ ഹോണ്ട സിവിക് ടൂറിംഗ് ആണ്, സെഡാൻ ആണ്, 2022 മോഡലാണ്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് മേടിച്ചൊരു പുതിയ കാർ മേടിച്ചതെന്ന് പറയാനായിട്ടാണെങ്കിൽ അതാണ്. അതിന് മുമ്പ് യൂസ്ഡ് കാർ 3 യൂസ് ചെയ്തിട്ടുണ്ട്. 2008 ഹോണ്ട സിവിക് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത കാറ്. അത് കഴിഞ്ഞ് യൂസ് ചെയ്ത കാറ് മിസ്തുബിഷി ലാൻസർ ആയിരുന്നു. അത് 2006 ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്തത് 2006 ഹോണ്ട സിവിക് ആണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച 2022 ഹോണ്ട സിവിക്. അത് ഇവിടെ വരുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് കാർ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ കാർ ആയതുകൊണ്ട് നമ്മളുടെ കാറിനോട് പഴയ ഇമോഷൻ ഉണ്ട്. കാരണം നിന്നെ എയർപോർട്ടിൽ പിക്കപ്പ് ചെയ്ത കാറൊക്കെ അതാണ്. അതുകൊണ്ട് ഒരു ഇമോഷണൽ ഒരു ഇതുണ്ട്. ഞങ്ങൾക്ക് ലോക്കായി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഓർത്ത് കാനഡയിലും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് SUV ഇല്ലാണ്ട് പറ്റൂല. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്യാം, വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ വന്നേക്കുവാണ്. നമ്മൾ ഏത് കാർ എടുക്കാൻ പോകുന്നത്? നമ്മൾ എടുക്കാൻ പോകുന്നത് കിയ സ്പോട്ടേജ് ആണ്. അത് രണ്ടും പറയും. ആക്ച്വലി ഇവിടെ പറയുന്ന കാനഡയിൽ പറയുന്ന സ്പോട്ടാജ് എന്നാണ്, US-ലാണെങ്കിൽ സ്പോട്ടേജ് എന്നാണ് പറയുന്നത്. നമുക്ക് വായിൽ വരുള്ളൂ. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയി പോയി തോന്നുന്നു. എന്തായാലും നമ്മൾ എടുക്കാൻ പോകുന്നത് 2026 കിയ സ്പോട്ടേജ് H-Line ലിമിറ്റഡ് എഡിഷൻ ആണ്. അപ്പോൾ ഗ്യാസ്ലൈനാണത്, ഹൈബ്രിഡ് അല്ല. ഹൈബ്രിഡ് വേരിയൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഹൈബ്രിഡിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ അധികം ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ടും നമുക്ക് ഹൈബ്രിഡിൻ്റെ ഒരു യൂസ് ഇല്ല. പിന്നെ ഞങ്ങൾ ട്രേഡ് ചെയ്യായിരുന്നു കേട്ടോ കാറ്. ഇപ്പോൾ കിയയിലും കാർ ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ കാർ എടുക്കാനുള്ള പ്ലാനാണ്. കാരണം പുറത്ത് വിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ പുറത്ത് ട്രേഡിങ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ കാർ എടുത്ത് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പഴയ കാറ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ പുതിയ കാർ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾ. അതിൻ്റെ വീഡിയോസും ഒക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങളിപ്പോൾ കിയയിൽ വന്നേക്കുവാണ്. എന്തായാലും പയ്യെ കാണാം അല്ലേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇപ്പോഴത്തെ കാറ്. ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ബ്രാൻഡ് ന്യൂ കാറ്. ആൻഡ് ഞാൻ കാനഡയിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ സോജൻ എന്നെ വന്ന് പിക്കപ്പ് ചെയ്തതും ഈ കാറിലായിരുന്നു. അതുപോലെ നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഒരുമിച്ച് പോയതും ഈ കാറിലായിരുന്നു. അങ്ങനെ എല്ലാ ഗുഡ് മെമ്മറീസും ഉള്ള ഒരു കാറായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാറ് കൊടുക്കാനായിട്ട് തീരെ മനസ്സുണ്ടായിരുന്നില്ല. ബട്ട് കാനഡയിലായതുകൊണ്ട് തന്നെ നമുക്ക് പല സമയത്തും ഒരു SUV വേണമെന്ന് തോന്നാറുണ്ട്, എസ്പെഷ്യലി വിൻ്റർ ടൈമിൽ. ഒരുപാട് മഞ്ഞുള്ള സമയത്തൊക്കെ നമ്മളുടെ സെഡാനൊന്നും നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല. SUVs ആൻഡ് ട്രക്സ് മാത്രമാണ് പുറത്തിറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ വിചാരിക്കും ഒരു SUV ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. ബട്ട് നമ്മളുടെ ഇപ്പോഴത്തെ കാർ കീപ്പപ്പ് ചെയ്തുകൊണ്ട് പുതിയൊരു SUV വാങ്ങാന്നുള്ളത് നമുക്കിപ്പോൾ ചിന്തിക്കാനേ പറ്റുന്ന കാര്യമല്ല. ബിക്കോസ് ഇവിടുത്തെ ഇൻഷുറൻസ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. അതുപോലെ തന്നെ നമ്മൾ 2 കാർ കീപ്പപ്പ് ചെയ്യുക, അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ നിന്നുള്ള ഓപ്ഷനിലേക്ക് എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് കാറ് റിസർവ് ചെയ്ത ദിവസം എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് ആൻഡ് സ്പീഡപ്പായിട്ട് നടന്നു. അങ്ങനെ നമുക്ക് ഫൈനലി നമ്മളുടെ കാറ് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാറെടുത്തു. നമ്മൾ പുതിയ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്തിട്ട്? കാരണം സെഡാനിൽ നിന്ന് നമ്മൾ SUV-യിലേക്ക് മാറുമ്പോൾ ഒരു ഫീല്
അത് നല്ല വ്യത്യാസം തന്നെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പവറും വലിയ ഓവർ പവർ എന്ന് പറയും. ഇപ്പൊ BMW പോലെ വലിയ പവർ എന്നൊന്നും പറയാനില്ലെങ്കിൽ പക്ഷെ അത്യാവശ്യം ഡീസെന്റ് ആണ് ഇതിന്റെ പവർ. നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. ഞങ്ങൾ അന്ന് ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോൾ ഞാൻ ഓടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ല സ്നോയിൽ കൂടെ ആണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്ന കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെയർ വീൽ ഡ്രൈവ് ആയിരുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവ് ആണ്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SUV ആണ്. അപ്പൊ കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലും പിന്നെ ഒരു ഞങ്ങൾക്ക് ഇന്റീരിയർ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിന്റെ. കാരണം ഇന്റീരിയർ വരുന്നത് ഒരു ടെറാക്കോട്ട ഇന്റീരിയർ വരുന്നത്, അതായത് ഒരു ബ്രൗണിഷ് കളറാണ്. എനിക്ക് ഈ ഇന്റീരിയർ തന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പഴയ കാറിന്റെ കളർ ഇന്റീരിയർ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ നമുക്ക് ആകെ ഈ കളർ ഇന്റീരിയർ വരുന്നത് വൈറ്റും ബ്ലാക്കും പിന്നെ ഗ്രേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കാറ് ഓൾറെഡി പഴയ കാറ് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ വൈറ്റിലേക്ക് മാറാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്നോ ആണ് കൂടുതൽ. അപ്പൊ വൈറ്റ് കാർ എടുത്തു കഴിഞ്ഞാൽ മൊത്തം സ്നോയിൽ പെട്ട് കാരണം കാറ് കാണാനേ പറ്റില്ല. ചെളി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും കാണാനാണെങ്കിലും. എപ്പോഴും വാഷ് കൊണ്ട് നടക്കണം. നമുക്ക് അങ്ങനെ ഇവിടെ വാഷിംഗ് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നാട്ടിലത്തെ പോലെ നമുക്ക് അങ്ങനെ ഡെയിലി വാഷ് ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ പാക്കേജസ് ഒക്കെ ഉണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല ഏതാണോ അത് നോക്കിയിട്ട് പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേ ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഗ്രേ എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ ഗ്രേ തന്നെ എടുക്കാന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു കളർ ഇന്റീരിയറും കിട്ടും. പക്ഷെ ഇതിന്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളാണ് ഈ കാർ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം വേറെ ആരും ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല കാർ. ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെന്ന ദിവസം ഈ കാർ ഷോറൂമിൽ വന്നിട്ടേ ഉള്ളൂ. ഷോറൂമിൽ വന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓടിച്ചത് ഞാനാണ്, സെക്കൻഡ് ഓടിച്ചത് ഇവളാണ്. അപ്പൊ എനിക്ക് എന്റെ കൈ കിട്ടിയപ്പോ എത്രയായിരുന്നു, 23 കിലോമീറ്റേഴ്സ് എന്തായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഷോറൂമിൽ നിന്ന് ഇപ്പൊ വണ്ടി മേടിച്ചിറക്കിയപ്പോ 43 ആയിരുന്നു. ആ 20 കിലോമീറ്റേഴ്സ് ഞങ്ങൾ തന്നെ ഓടിച്ചാണ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. വേറെ ഓടിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേറെ ആൾക്ക് ഓടിക്കാനും കൊടുക്കരുത്. ഞങ്ങളത് ലോക്ക് ചെയ്തു. അപ്പൊ തന്നെ അവർ നേരെ ഷോറൂമിൽ തന്നെ ഇട്ട് ലോക്ക് ചെയ്തായിരുന്നു. കാരണം ബാക്കിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്തു, ആരും കാണിക്കാത്ത രീതിക്ക്. അങ്ങനെ വേറെ കസ്റ്റമേഴ്സൊന്നും ഓടിക്കാൻ പറ്റിയില്ല. പിന്നെ വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഹൈബ്രിഡ് ഉണ്ട് ഇതിന്റെ, പിന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഉണ്ട്, കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്തായാലും സമ്മർ ടൈമിലൊക്കെ ട്രക്ക് ഉണ്ടാവും നമുക്ക്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ വിന്ററിലാണ് കൂടുതലും ഓടിക്കുന്നത്. അപ്പം വിചാരിച്ചു ഗ്യാസിൽ തന്നെ എടുക്കാമെന്ന്. നമുക്ക് അധികം ഡ്രൈവ് വരുന്നില്ല. കാരണം ഞങ്ങൾ ഇയർലി ഒരു 5,000 to 8,000 കിലോമീറ്റേഴ്സ് ഓടിക്കുന്നുള്ളൂ. അപ്പോൾ ഹൈബ്രിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിലോമീറ്റേഴ്സ് ഓടിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് പ്രൈസ് വേരിയേഷനും ഉണ്ട് ഹൈബ്രിഡ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അവിടുത്തെ ഗ്യാസിലിൻ ഇസ് ഫാർ മോർ ഇനഫ്. എന്നതിലൊക്കെ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഒന്നിടത്ത് ചിന്തിച്ചാൽ പോരെ അതൊക്കെ. കിയ ഈയിടെയായിട്ട് ഭയങ്കര അപ്ഡേറ്റഡ് ആണ് ഈ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. കാരണം പക്ഷേ അതൊരു വീഡിയോ തീരുമില്ല. കാരണം അത് കുറേ ഉണ്ട് പറയാനാണെങ്കിൽ. കാറിന്റെ ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. കാരണം ഒരു പ്രീമിയം കാറിലൊക്കെ ഉള്ള ഫീച്ചേഴ്സ്, അപ്പോൾ BMW അങ്ങനത്തെ ഉള്ള കാറിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ടോപ്പ് നോച്ചാണ്. കാരണം അത്രയ്ക്ക് ഫീച്ചേഴ്സ് ഒരു കുത്തി നിറച്ചിട്ടാണ് തരുന്നത് നമുക്ക്. കാരണം വലിയ പ്രൈസും വരുന്നില്ല കമ്പാരിറ്റീവ്ലി. പക്ഷേ ഫീച്ചേഴ്സ് പറഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വ്ലോഗ് ചെയ്യുന്നതായിരിക്കും, കാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട്. ഇന്ന് നമ്മൾ പോണത്, നമ്മളൊരു കുഞ്ഞ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 11 മണി കഴിയുമ്പോഴേക്കും വന്ന് പിക്കപ്പ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഒരു 12 അരയാവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കേക്ക് ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ കേക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ദ വില്ലോ കേക്ക് ആൻഡ് ബേക്ക് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരുപാട് ഭംഗിയുള്ള വലിയ കേക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങാൻ പോകുന്നത് ഇതൊന്നുമല്ല, ഒരു മിനി കേക്കാണ്. കാരണം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടാണ് ഇക്കൊല്ലം വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അധികം ആർഭാടങ്ങളൊന്നും വേണ്ടാന്ന് തോന്നി ഈ ഒരു മിനി കേക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ കേക്ക് മേടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഡ്രൈവർ സ്വിച്ച് ചെയ്തു, പുതിയ ഡ്രൈവറായിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് പറഞ്ഞു. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. നമ്മൾ കുറച്ച് ഹൈറ്റിലിരിക്കുന്ന ഫീല്. നമ്മൾ ഇത്ര നാളും സെഡാൻ ഓടിച്ച് നടന്നുകൊണ്ട് ഇപ്പോൾ ഇത് SUV ആയതുകൊണ്ട് നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീല്. നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. അടിപൊളി. ഭയങ്കര വെയിലായിട്ട് ഇവിടെ, അതാണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. പകുതി ഷെയ്ഡ് പകുതിയിലായിട്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയി മിലോക്കുട്ടൻ അവിടെ വെയിറ്റിംഗ് ആണ് ഞങ്ങളെ. അവൻ ഉറക്കമായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാം, മിലോക്കുട്ടൻ ഞങ്ങളുടെ പപ്പിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു ക്യാമറ വെച്ചിട്ടുണ്ട്. അതെ, ഒരു കുഞ്ഞു ക്യാമറയിൽ കണ്ടു അവൻ എഴുന്നേറ്റ് ചാടുന്നുണ്ട് അവിടെ ഉറക്കം കഴിഞ്ഞ്. അതെ, അവൻ എണീറ്റിട്ടുണ്ട്. ഇത്ര നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നേരെ അവനെ എടുക്കണം. അവന് ഫുഡ് കൊടുക്കാൻ സമയമായി. അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകണം ഇനി. അപ്പോൾ എന്തായാലും ബാക്കി അന്നേരം കാണാം. ഓക്കെ. സോ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടല്ല, ആക്ച്വലി ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടുത്തെ 6th ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. കാൽഗറി ഡൗൺ ടൗണിൽ നിന്നൊരു 10 മിനിറ്റ്സ് ഡ്രൈവാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരണുള്ളൂ. അപ്പോൾ നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് വേഗം വീട്ടിലേക്ക് പോവാം. ആൻഡ് ഫുഡൊക്കെ കഴിച്ച് നമ്മളുടെ ഈ ഒരു ഡേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വെറൈറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബട്ട് ആസ് യൂഷ്വൽ ബിരിയാണിയിൽ അവസാനിച്ചു ഗൈസ്.